വെള്ളാപ്പള്ളി നടേശൻ ആള് ശുദ്ധഗതിക്കാരനാണ്. ശുദ്ധഗതിക്കാരനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സത്യമെന്ന് തോന്നുന്ന, അദ്ദേഹത്തിന്റെ ധാരണകൾ ശരിയെന്ന് തോന്നുന്ന വസ്തുതകൾ വിളിച്ചു പറയും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, അദ്ദേഹം പിണറായി വിജയനെ കൂട്ടുപിടിച്ചു, അല്ലെങ്കിൽ പിണറായി വിജയനൊപ്പം നിന്ന് പിണറായി വിജയനെ പരാജയപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ ഇടതുമുന്നണിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷണമൊക്കെ ഞാൻ നടത്തി. അത് ഒരു പരിധിവരെ ശരിയുമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക്, സർവമാന ജനങ്ങൾക്കും അറിയുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ പറയാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ്. വെള്ളാപ്പള്ളി നടേശന്റെ മുഖത്ത് കരിയോയിൽ ഒഴിക്കുന്ന ആളുകൾക്ക് സമ്മാനമൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്സുകാർ. വെള്ളാപ്പള്ളി നടേശൻ ശരിക്ക് എന്താണ് പറഞ്ഞത്? വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം വിരോധിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസവും ഇക്കാര്യം ചോദിച്ചിരുന്നു. മുസ്ലിം വിരോധമല്ല വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. മുസ്ലിം ലീഗ് SNDPയെ ചതിച്ച കാര്യമാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. ഇടതുമുന്നണിയിൽ നിന്ന്, അതായത് മുൻ സർക്കാർ VS അച്യുതാനന്ദന്റെ ഭരണകാലത്തിൽ നിന്ന് UDFന് ഭരണം ലഭിക്കണമെങ്കിൽ ഒരു ന്യൂനപക്ഷ മുന്നേറ്റം, അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഒരു ഐക്യം ഉണ്ടാകണമെന്ന് മുസ്ലിം ലീഗൊക്കെ തീരുമാനിച്ചു, UDF ഒക്കെ തീരുമാനിച്ചു. അതിന് SNDPയെയും ചാക്കിട്ട് പിടിച്ച് അങ്ങനെ ഒരു കുറു മുന്നണിയൊക്കെ അവർ ഉണ്ടാക്കി. അവസാനം വിജയിച്ചു. UDF അധികാരത്തിൽ വന്നു. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ധാരാളം കോളേജുകളും സ്കൂളുകളും ഒക്കെ അനുവദിക്കപ്പെട്ടു മലപ്പുറം ജില്ലയിൽ. അവിടെ 48 സ്വാശ്രയ സ്ഥാപനങ്ങൾ മുസ്ലിം ലീഗിന് ലഭിച്ചപ്പോൾ വെറും ഒരേ ഒരു സ്ഥാപനമാണ് SNDPക്ക് ലഭിച്ചത്. SNDPയിലെ ഈഴവ സമുദായത്തെയും പുറങ്കാലുകൊണ്ട് മുസ്ലിം ലീഗ് ചവിട്ടി പുറത്താക്കി എന്ന പരിഭവമാണ് വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം വിരോധി ആകണമെന്ന് UDFന് പലപ്പോഴും വെള്ളാപ്പള്ളി ചെക്ക് വച്ചിട്ടുണ്ട്. പക്ഷെ ആ ചെക്കൊന്നും അങ്ങനെ വിജയിച്ചു എന്ന് ചോദിച്ചാൽ വിജയിച്ചിട്ടൊന്നുമില്ല. ഇക്കുറി വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായി തന്നെ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ ഇലക്ഷനിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SNDP ഇടതുമുന്നണിക്കൊപ്പം നിൽക്കും. കാരണം മറ്റൊന്നുമല്ല, UDF ഭരണകാലത്ത് വർഗീയ കലാപവും വർഗീയ ലഹളയും ഒക്കെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. പിണറായി വിജയന്റെ ഭരണകാലത്ത്, ഇടതുമുന്നണിയുടെ ഭരണകാലത്ത് അമ്മാതിരി ഒരു സംഭവവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കേരളത്തിൽ സമാധാനമുണ്ട്. ഈ മുസ്ലിം ലീഗ് ഇപ്പോൾ ചെയ്തത് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ചില സംഘടനകളെയൊക്കെ ഒപ്പം കൂട്ടി അവര് എങ്ങനെയും അധികാരം പിടിക്കും എന്ന വാശിയോടുകൂടി മുന്നേറുമ്പോൾ, ഇവരൊക്കെ അധികാരത്തിൽ വന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടാകുമെന്ന ഭയമാണ് വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനെ അന്ധമായ മുസ്ലിം സമുദായ വിരോധമെന്ന് വ്യാഖ്യാനിക്കുന്ന ചില ആളുകളുണ്ട്. അവരെയാണ് വെള്ളാപ്പള്ളി ചീത്ത പറയുന്നത്. അങ്ങനെ അതിന്റെ കൂട്ടത്തിലാണ് എൻ്റെ ഒരു സ്നേഹിതൻ കൂടിയായ റിപ്പോർട്ടറെ, ജേർണലിസ്റ്റിനെ അധിക്ഷേപിച്ചത്, തീവ്രവാദി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചത്. അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ പഴയ രാഷ്ട്രീയ ബന്ധമൊക്കെ വെള്ളാപ്പള്ളി നടേശൻ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്തരം പരാമർശങ്ങൾ വെള്ളാപ്പള്ളിക്ക് ഒഴിവാക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു പക്ഷം. കാരണം ഇത്രയും മുതിർന്ന ഒരു മനുഷ്യൻ, 3 പതിറ്റാണ്ടിലധികമായി ഒരേ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി പദവിയിൽ തുടരുന്ന മനുഷ്യൻ, മുമ്പ് അദ്ദേഹം കോൺട്രാക്ടറും റെയിൽവേ കോൺട്രാക്ടറൊക്കെ ആയിരുന്ന കഥയൊക്കെ അദ്ദേഹം തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കോടീശ്വരനാകാനുള്ള എല്ലാ സാധ്യതകളും വിട്ടുകളഞ്ഞിട്ടാണ് ഇങ്ങനെ VS അച്യുതാനന്ദന്റെയും ശാശ്വതികാനന്ദ സ്വാമികളുടെയും ഒക്കെ പ്രേരണയുടെ ഫലമായി അദ്ദേഹം ഈ SNDP യോഗം ജനറൽ സെക്രട്ടറി ആയതെന്നൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ വെള്ളാപ്പള്ളിയുടെ മുസ്ലിം ലീഗ് വിരോധം മുസ്ലിം സമുദായ വിരോധമായി കൃത്യമായി വ്യാഖ്യാനിക്കപ്പെട്ടു. വെള്ളാപ്പള്ളി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചങ്ങാതിയായി തുടരുന്നത് കൊണ്ട് വെള്ളാപ്പള്ളി പറയുന്നതൊക്കെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കും മുന്നണിക്കും തിരിച്ചടിയാക്കി മാറ്റുന്നതിനും ഒരു പരിധിവരെ എന്നല്ല 100% മാധ്യമങ്ങളും അതുപോലെ തന്നെ മറ്റ് ഇതര സമുദായ നേതാക്കളും വിജയിച്ചു എന്നതാണ് വാസ്തവം. ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി ഒരിക്കലും മുസ്ലിം സമുദായത്തെ മുസ്ലിം വിരോധം ഉള്ള വ്യക്തിയല്ല. പക്ഷെ ഇതിനിടയിൽ ഒരു ചെറിയ കാര്യം കൂടി, ഒരു നുറുങ്ങ ചിന്ത കൂടി ഞാൻ പറയട്ടെ. വെള്ളാപ്പള്ളി ഒരു സമുദായത്തിന്റെ നേതാവാണ്, രാഷ്ട്രീയ നേതാവല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ സാദിഖ് അലി ശിഹാബ് തങ്ങളെയോ കുഞ്ഞാലിക്കുട്ടിയെയോ കാന്തപുരത്തെയോ ഒക്കെ വിമർശിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെയോ SDPയെയോ വിമർശിക്കുകയാണെങ്കിൽ അത് രാഷ്ട്രീയ വിമർശനം എന്ന് തന്നെ കരുതപ്പെടും. രാഷ്ട്രീയ വിമർശനമായി എണ്ണപ്പെടുകയും ചെയ്യും. അതിനെ വ്യാഖ്യാനിച്ച് ഇങ്ങനെ പുണ്ടുപിടിപ്പിക്കുകയില്ല എന്ന ചുരുക്കം. പക്ഷെ സമുദായ നേതാവായ വെള്ളാപ്പള്ളി നടേശൻ മറ്റൊരു സമുദായത്തെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടി തന്നെ ഇതിനെ ബൂമറാങ് പോലെ തിരിച്ചു വിടുകയാണ്. എങ്ങനെ വർഗീയത പുരട്ടിയ വിഷമായി ആ ബൂമറാങ് തിരിച്ചു വിടുകയാണ്. മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം ആക്രമിക്കുകയാണ് മറ്റൊരു സമുദായ നേതാവ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെയാണ് വെള്ളാപ്പള്ളിയുടെ പ്രസംഗത്തെയും വെള്ളാപ്പള്ളിയുടെ ധാരണയെയും നിലപാടുകളെയും മറിച്ച് ചിന്തിക്കാൻ ഒരു ഇട നൽകുന്നത്. വെള്ളാപ്പള്ളി ഒരു രാഷ്ട്രീയ നേതാവായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു വ്യാഖ്യാനം ഉണ്ടാവുകയില്ലായിരുന്നു. വെള്ളാപ്പള്ളി ഒരു സമുദായത്തിന്റെ
അമരത്തിരിക്കുന്ന സമുദായത്തിനെ നയിക്കുന്ന നേതാവായതുകൊണ്ടാണ് ഇത്തരമൊരു വ്യാഖ്യാനം വരുന്നത്. അല്ലാതെ വെള്ളാപ്പള്ളി മുസ്ലിം സമുദായ വിരോധിയല്ല. മുസ്ലിം ലീഗ് തന്നെ കാലുവാരുകയും തന്റെ സമുദായത്തെ പുറംകാലുകൊണ്ട് ചവിട്ടി തേക്കുകയും ചെയ്തതിൽ വേദനമുണ്ട്. ഓരോ കാര്യങ്ങൾ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്ന പച്ചയായ മനുഷ്യൻ എന്ന പരമാർത്ഥമാണ് മലയാളികൾ മനസ്സിലാക്കേണ്ടത്.